ആദ്യം വിചാരിച്ചത് എന്നെ ക്യാമറ വർക്ക് ചെയ്യാനായിട്ട് വിളിക്കാമെന്ന്. പിന്നെ അതിൻ്റെ എന്തിലാണ് ഞാൻ ചോദിച്ചു ആരാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്യാൻ. അപ്പം മനുഷ് നന്ദൻ ചെയ്യാമെന്ന്. അപ്പോഴാണ് എനിക്ക് ഡൗട്ട് വന്നത്. പിന്നെ പറഞ്ഞു ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യണമെന്ന്. ചെയ്യാൻ പറ്റുമെന്ന് അയാൾക്കൊരു വിശ്വാസമുണ്ട്. അത് കാരണം കൊണ്ടായിരിക്കും. ഭയങ്കര ഭംഗിയുള്ള ഒരാൾ വേണമെന്ന് വിചാരിച്ചിട്ടാണോ? ഭംഗി മാത്രമല്ല, സ്വഭാവവും അങ്ങനെ വേണമെന്നുള്ളൊരു. ഭംഗിക്കിപ്പോൾ ആർക്കാ കുറവ്? എങ്ങനെയാ ഭംഗി ഉണ്ടാകുന്നതല്ലേ കാണുന്നയാളുടെ കണ്ണിൽ. നമുക്കിപ്പം ഈ സമയത്ത് മലയാളത്തിൽ ഇറങ്ങിയ 2 സിനിമകൾ വളരെ ലൈറ്റായിട്ട് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന 2 സിനിമകളാണ്. ഒന്ന് വാഴ, ഒന്ന് മോഹിനിയാട്ടം. അതിനിടയ്ക്ക് പാട്രിയറ്റിൻ്റെ ട്രെയിലർ വരും. നേരത്തെ രമേശ് പിഷാരിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ ട്രെയിലർ വരുന്ന സമയത്ത് തിയേറ്റർ മാറും, നമ്മളെന്തോ വലുത് കാണുന്നു എന്നൊരു ഫീൽ ഉണ്ടാവും. സാധാരണ ഇടവേളകളിലാണ് മനുഷ്യനൊന്ന് അടങ്ങിയിരിക്കുക, പക്ഷെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധയോടെ കാണുന്ന ഒരു സിനിമ, സംതിങ് നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നൊരു ഫീൽ അതിൻ്റെ മൂവിയിൽ ഇതുണ്ടാവുമോ? മൂവിയിലുള്ള ഭാഗങ്ങൾ തന്നെയാണ് ട്രെയിലറിൽ കാണിക്കുന്നത്. അതും അതിൻ്റെ ഏറ്റവും മുടിയൊക്കെ അല്ലേ ഉള്ളൂ. സിനിമ വരുമ്പോൾ ഇത് അങ്ങനെയാണ് നമ്മൾ ഈ കാണാൻ വരുന്ന ആൾക്കാരെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ സിനിമ മലയാളികൾ മാത്രം പ്രതീക്ഷിച്ചിറക്കിയിട്ടുള്ളതാണ്. നമ്മുടെ അഭിമാനമായി തീരേണ്ട ഒരു സിനിമയാണ്. ഈ മോളിവുഡിന് ഒരു വലിയ പ്രശ്നമാണ്, നമുക്ക് ഇത്രയും ഓഡിയൻസേ ഉള്ളൂ. മതി, ഇത്രയും ഓഡിയൻസ് മതി നമുക്ക്. അതിൽ നിന്ന് കൂടുതൽ മലയാള സിനിമയ്ക്ക് അത്രയും വലിയ മാർക്കറ്റ് ആയി കഴിഞ്ഞു.